Yeah, ready. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, റെഡി എന്ന് ചോദിച്ചില്ലേ, അതെനിക്ക് ഇഷ്ടമായി. ആണല്ലേ? ഓക്കെ, എന്റർടൈൻമെന്റ് കീഴ ഇക്കിഴി റിയാക്ഷൻ ആണ്. ദളപതി 69 KVN പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് നമ്മുടെ എച്ച് വിനോദ് സംവിധാനം ചെയ്ത് ദളപതി വിജയ് നായകനാവുന്ന സിനിമയാണ്. നമ്മുടെ വിജയുടെ ലാസ്റ്റ് സിനിമ. ആ സിനിമയുടെ ടൈറ്റിൽ എന്താണെന്നുള്ളത് ഉടനടി അറിയാം. അതിൻ്റെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുന്നതിനെ കുറിച്ചാണ്. പോസ്റ്റർ ആണോ വീഡിയോ ആണോ? പോസ്റ്റർ ആയിരിക്കും. അതെ, ഫസ്റ്റ് ലുക്ക് അല്ലേ? ഫസ്റ്റ് ലുക്ക് ആയതുകൊണ്ട് തന്നെ പോസ്റ്റർ ആവാനാണ് ചാൻസ് കൂടുതൽ. എന്താണെങ്കിലും നാളെ എത്തും. ടൈം എപ്പോഴായിരിക്കും? അതാണ് ചോദ്യം. അതൊരു ചോദ്യമാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നാളെ നമുക്ക് ആഘോഷിക്കാൻ ഒരു വലിയ സംഭവമുണ്ട്, ഒരു ഹെവി ഐറ്റം. എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ നാളെയാണ്. ഓക്കെ, അപ്പോൾ ഇതും ആഘോഷിക്കണമല്ലോ, ചെറിയ ആഘോഷം. 6 മണി 5 മണി 6 മണിക്കൊക്കെ ആവാനായിരിക്കും ചാൻസ് കൂടുതൽ. സാധാരണ തമിഴ് ആയതുകൊണ്ട് കേട്ടോ, ആ ഒരു ടൈമിലായിരിക്കും വരുന്നത്. പിന്നെ വലിയ ഗ്രാൻഡ് പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഏതായാലും കറക്റ്റ് ടൈമിൽ തന്നെ എത്തും. ഫസ്റ്റ് ലുക്ക് അല്ലേ? അതെ, അത് ശരിക്ക് ഒരു ഫസ്റ്റ് ലുക്ക് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് വിജയുടേതാണെന്ന് തോന്നുന്നു. സത്യം, ഏറ്റവും കൂടുതൽ ഇതെന്തായാലും ആഘോഷിക്കും. കാരണം അവസാനത്തെ സിനിമയും കൂടി ആയതുകൊണ്ട് ആഘോഷമായിരിക്കും. ഇത് പറയുമ്പോൾ ഒരു നീറ്റലാണ്. ഓക്കെ, എന്തായാലും ആളുടെ ദളപതി 69 എന്ന സിനിമയുടെ ടൈറ്റിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ആളുടെ ലുക്ക് എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. കാത്തിരിക്കാം, നാളെയാണ് കാത്തിരിപ്പോ. എന്തായാലും ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ ടൈറ്റിൽ എന്താണെന്നുള്ളത് 2 ടൈറ്റിൽ പറയുന്നുണ്ട്. അതെ, ഒന്ന് വിജയുടെ ആദ്യ സിനിമയുടെ ടൈറ്റിൽ നാളെ തീർപ്പ്. അത് 92. അപ്പൊ ശരിക്കും ഇത് ഇപ്പൊ പറയുന്നത് വളരെ കറക്റ്റ് അല്ലേ? നാളെ തീർപ്പ് കറക്റ്റ് സാധനം. അതെ, 92 ഇറങ്ങിയ ഫസ്റ്റ് സിനിമ വിജയ് തീർപ്പ്. അപ്പോൾ അതായത് തുടങ്ങിയ സിനിമ അത് തന്നെ ലാസ്റ്റ് അവസാനിപ്പിക്കുന്ന ലാസ്റ്റ് സിനിമയും നാളെ തീർപ്പാണ് ടൈറ്റിലെങ്കിൽ ഒരു കാര്യം കൂടി ഉറപ്പിക്കാം, അവസാന സിനിമ തന്നെ ആയിരിക്കും. അല്ലേ? അതാണ് അതിലെ വലിയൊരു കാര്യം. അതായത് ഇത് നല്ലൊരു പേരാണ്, കൊള്ളാം, പരിപാടിയൊക്കെ രസമുണ്ട്. കാരണം എന്താ, നാളെ തീർപ്പ് എന്നുള്ളത് വിജയുടെ ആദ്യത്തെ സിനിമ. ആ സിനിമയുടെ തന്നെ ടൈറ്റിൽ വെച്ചിട്ട് നിർത്തുന്നു. ഇതൊക്കെ രസമാണ്. പക്ഷെ നാളെ തീർപ്പാണ് വരുന്നതെങ്കിൽ അത് നമുക്ക് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായി മാറും. അത് പിന്നീട് സിനിമ പ്രതീക്ഷിക്കണ്ട, വേറൊരു പേരാണ് വരുന്നതെങ്കിൽ മേ ബി 1 2 പടങ്ങളൊക്കെ പിന്നീട് വന്നേക്കാം. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. അതായത് ഇവർ കൺസിഡർ ചെയ്യുന്ന 2 ടൈറ്റിലാണുള്ളത്. ഒന്ന് നാളെ തീർപ്പ്, ഇനി മറ്റൊന്നുണ്ട് ജനനായകം. ഇങ്ങനൊരു പേര് കൂടിയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എല്ലായിടത്തും ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടില്ല, പലയിടങ്ങളിലും ചെറുതായിട്ട് സൂചിപ്പിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിനർത്ഥം ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന പേര് നാളെ തീർപ്പായിരിക്കാം. ഓക്കെ, പക്ഷെ ജനനായകം എന്നുള്ളത് തന്നെയാണെങ്കിൽ അപ്പോഴും അതിൽ നമുക്ക് ഇത് തന്നെയല്ലേ തോന്നുന്നത്. അതായത് ജനനായകനായി മാറി കഴിഞ്ഞാൽ പിന്നീട് ആളതാണ് എന്നുള്ള രീതിയിൽ ആയിപ്പോയി. പിന്നീട് ഒരു സിനിമ പ്രതീക്ഷിക്കണ്ട എന്നുള്ളതിലേക്ക് എത്തും. എങ്ങനെ നോക്കിയാലും സങ്കടവും വിഷമവും വിട്ടുമാറൂല. അല്ലെ, ഭഗവന്ത് കേസരി എന്ന സിനിമയുടെ റീമേക്ക് ആണെന്നുള്ള രീതിയിലൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. അതിനനുസരിച്ച് ഇതിന്റെ ഒരുപാട് റൂമേഴ്സ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ടൈറ്റിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? ശരിക്കും ഇല്ലല്ലേ? നാളെ തീർപ്പ് ചേരും. അത് അതായത് കുറച്ച് പരിപാടികളൊക്കെ തീരുമാനമാക്കാനുള്ള സംഭവങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് പോകും. ജനനായകം. പക്ഷെ ജനനായകം എന്ന് പറയുമ്പോൾ അത് ഫ്ലാഷ് ബാക്കിലൊക്കെ വരുന്നുണ്ട് അല്ലേ? ഇവർക്ക് വേണ്ടിട്ട് ആ കാട്ടിലൊക്കെ അങ്ങനത്തെ സംഭവം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര കറക്റ്റ് ആപ്റ്റൊന്നല്ല. മിക്കവാറും നാളെ തീർപ്പ് തന്നെ ആയിരിക്കും. ശരിക്കും ഇപ്പൊ ഒരു ചോദ്യം, ഗോട്ട് വലിയ ആപ്റ്റായിട്ടുള്ള പേരായിരുന്നല്ലോ, ശരിയല്ലേ? ഇതിന്റെ ഇടയിൽ കൂടി എന്തിനാണ് ആ ഗോട്ടിനെ വലിച്ചഴിച്ചുകൊണ്ടിരുന്നത്? അതല്ല ചോദ്യമാണ്. ചോദ്യം ആപ്റ്റാണോന്നുള്ള നോക്കിയിട്ടൊന്നും ചില ടൈറ്റിൽ ഇടുന്നു. അതൊന്നും പറ്റൂല. അതിന്റേതായ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേരുണ്ടായിരുന്നു, കുരുവി. കറക്റ്റ് ആപ്റ്റായിരുന്നു. എന്ത് ഞാനല്ലേ ബെറ്റർ? ഞാൻ ഗോട്ടല്ലേ വലിച്ചഴിച്ചിട്ടുള്ളൂ, കുരുവിയൊന്നും വലിച്ചഴിച്ചിട്ടില്ലല്ലോ. എന്റെ മനസ്സില് കുരുവി എന്നല്ല വന്നോണ്ടിരുന്നത്, പ്രാവ് എന്നുള്ള സംഭവമാണ്. നമുക്ക് അന്നും മാറിയിട്ടില്ല എനിക്ക് ആ സംഭവം. ഞാൻ പ്രാവ് എന്ന് ഓർത്ത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അത് ചിന്തിച്ചോണ്ടിരിക്കുക.
പെട്ടെന്നാണ് കുരുവിയാണല്ലോ എന്ന് മനസ്സിലായത്. കുരുവിയായാലും പ്രാവായാലും കിളി പറക്കും. നോക്കിക്കോ, ഇന്ന് മിക്കവാറും കിളി പറക്കും. എന്തായാലും നാളെയും പറക്കും. ഓക്കെ, ഇതിൽ എന്താണ് ടൈറ്റിൽ എന്നുള്ളത് അറിയില്ല. സാധ്യത കൂടുതലും നാളെ തീർപ്പ് എന്നുള്ളത് തന്നെയാണ് കേൾക്കുന്നത്. അപ്പോൾ നാളെ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് വരുമ്പോൾ അപ്പോഴും നാളെ തീർപ്പ് തീരുമാനമാവും. നാളെ കൊണ്ട് തീരുമാനമാവും. നാളെ കൊണ്ട് അതിന് തീരുമാനമാവും. ഓക്കെ, എന്തായാലും അനൗൺസ്മെന്റ് വീഡിയോ വന്നിട്ടുണ്ട്. ഇതിനൊരു രസമുണ്ട്. ഇതില് അതായത് ആള് അഭിനയിച്ച ഒരുപാട് സിനിമകളുടെ പോസ്റ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. ഇത് തന്നെ ഈ ഫോട്ടോ തന്നെയാണ് ഫസ്റ്റത്തെ പടം. അതാണ്, അതായത് ഇതിൽ ആദ്യം ഇവര് കവറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതില് ആദ്യം കണ്ട് തമ്പനയിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യുമല്ലോ, അതെ, അത് കൊടുത്തിരിക്കുന്നത് നാളെ തീർപ്പിന്റെയാണ് ഫസ്റ്റ് പടം. അപ്പൊ ലാസ്റ്റിലേക്കും അത് തന്നെ ആവുന്ന ഒരു പരിപാടി തന്നെയാണോ? അങ്ങനെ തന്നെയായിരിക്കും. അയ്യോ, ചിരിച്ചോണ്ട് നിൽക്കുമ്പോൾ ഉള്ളിൽ ഒരു പടച്ചിലാ. അത് വിജയ് സിനിമ ഉണ്ടെങ്കിൽ ഉള്ളൊരു ഓളവും ആ ഒരു വൈബും പൊന്നോ. ഓക്കെ, എന്തായാലും 28 സെക്കൻഡിന്റെ വീഡിയോ ആണ്, കാണാം. മെല്ലെ പോടേ. ഫസ്റ്റ് ലുക്ക് ജനുവരി 26. ഡേറ്റ് ടൈമും കൂടെ കൊടുത്തായിരുന്നെങ്കിൽ എന്നാ പിന്നെ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തങ്ങ് ഇരുന്നാൽ മതിയായിരുന്നു. അത് ഒന്നുകൂടെ വേറെ അപ്ഡേറ്റ് തരണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളതാ. മേ ബി വീഡിയോ ഇടുമ്പോഴേക്കും ചിലപ്പോൾ അപ്ഡേറ്റും വന്നിട്ടുണ്ടോ. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ കണ്ണുടക്കിയത് കത്തിയിൽ ഇതിങ്ങനെ വെച്ചിരിക്കുന്ന ആ ഒരു പോസ്റ്ററിലെ അതിന് ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക ഫോക്കസ് കിട്ടി. അതല്ലെങ്കിലും വിജയിന്റെ കുറെ സിനിമകളിൽ ഇതിങ്ങനെ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യം പോവാ കത്തിയിലേക്കാ പോവാ, അതൊരു ഭയങ്കര രസമുള്ള സംഭവം. മാസ്റ്ററിലെ പോസ്റ്ററിലേക്ക്. പിന്നെ ഉള്ളത് തുപ്പാക്കി, അങ്ങനെ കുറച്ച് കിട്ടില്ല സാധനങ്ങളുണ്ട്. അതിനകത്തൊക്കെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കിപ്പോകുന്ന സംഭവങ്ങളാണ്. ഈ തുപ്പാക്കിയുടെ ടൈറ്റിൽ ഡിസൈനൊക്കെ ഭീകര. തുപ്പാക്കിയുടെ കത്തിയുടേതൊക്കെ അല്ലേ, അത് ആ ഒരു രീതിയിൽ തന്നെ തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഗംഭീര. ശരിക്കും അതിനൊക്കെ ഗോട്ട് എന്ന് വിളിക്കാം. ഇത് ടൈറ്റില് ഗോട്ടാണ് അതൊക്കെ. മറ്റേ അങ്ങനെ തന്നെ നല്ല രസമാണ് കുരുവി. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സിനിമയുണ്ട് അതാ. കാരണം അതുകൊണ്ടാണ് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സത്യമായിട്ടും നമുക്ക് തന്നെ നമ്മൾ തന്നെ ചിന്തിച്ചു ഇതെന്താ ഇവിടെ സംഭവിക്കണേന്ന്. എന്തായാലും ലിയോ പോലെ അല്ലെങ്കിൽ കത്തി പോലെ തുപ്പാക്കി പോലെ വളരെ നല്ലൊരു സിനിമ തന്നെ ആവട്ടെ, ഒരു കിടിലൻ സിനിമ. പക്ഷെ എച്ച് വിനോദാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അതിലൊരു തീരം ഒക്കെ അവിടെ ഉണ്ടെങ്കിലും നിരാശപ്പെടേണ്ട ചില സിനിമകൾ ആൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വിജയുടെ ഒരു ക്യാരക്ടർ കൂടി വെച്ചിട്ട് കുറച്ച് പരിപാടികളൊക്കെ സ്ഥിരം പരിപാടികളൊക്കെ കൊണ്ടുവരും. അതെന്തായാലും കൊണ്ടുവരും. കാരണം ലിയോയിൽ പോലും കൊണ്ടുവന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ അങ്ങനെ തന്നെ അറിഞ്ഞ് മാറ്റി വെക്കുന്നു. പക്ഷെ ബാക്കിയുള്ള ഭാഗങ്ങൾ നന്നായി മതിയായിരുന്നു. എന്താണെങ്കിലും പ്രതീക്ഷിക്കാം കിടലിനൊരു സിനിമയായിരിക്കും. എന്താണെങ്കിലും ആരും ടെൻഷനൊന്നും അടിക്കണ്ട. നാളെ പാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ടെൻഷനൊന്നും അടിക്കണ്ട. കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുക. കരഞ്ഞോളുക. നാളെ തീർപ്പാകും. നാളെ തീർപ്പ് എന്നാണ് ടൈറ്റിലെങ്കിൽ. ജനനായകനാണെങ്കിലും അതെ തീരുമാനമായി. ലാസ്റ്റ് തന്നെ ഇത് ലാസ്റ്റ് പാട്ട്. ഇതൊന്നും അല്ലാത്തൊരു ടൈറ്റിൽ വരട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ശരിക്കും കിടിലായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു പേരെന്തായിരിക്കും അറിയോ? ഇനിയും വരും. മലയാളത്തിലാണ്, പക്ഷെ അതിന്റെ തമിഴാക്കിയാണ് നിങ്ങൾ. ഓക്കെ, വീണ്ടും വരും. വീണ്ടും വരുവേ വരും അല്ലേ. വീണ്ടും വരുന്നൊക്കെ ആണെങ്കിലേ അപ്പൊ പോയി ബൈ.